നമുക്ക് ജോലി തരുന്ന സ്ഥാപനത്തോട് വിശ്വസ്തതയും കൂറും പുലർത്തേണ്ടത് ഓരോ ജീവനക്കാരുടെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇക്കാലത്ത് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? BLM ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് പണം തട്ടിയ ജീവനക്കാരുടെ തട്ടിപ്പിലേക്കാണ്. കേസിൽ മുൻ ജീവനക്കാരി ഉൾപ്പെടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മുൻ ജീവനക്കാരി സോണിയ സെബാസ്റ്റ്യൻ, നിതിൻ ഗിരീഷ്, അലക്സിൻ ജിജോ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. സൊസൈറ്റിയുടെ കോതമംഗലം ശാഖയിൽ നിന്ന് 35 ലക്ഷം രൂപ അനധികൃതമായി മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിയെടുത്തെന്നാണ് പരാതി. സാമ്പത്തിക തട്ടിപ്പും വിശ്വാസവഞ്ചനയും സംബന്ധിച്ച പരാതിയിലാണ് മുൻ ജീവനക്കാരി സോണിയ സെബാസ്റ്റ്യൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ കോതമംഗലം പോലീസ് കേസെടുത്തത്. സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ അധികാര ദുർവിനിയോഗത്തിലൂടെ അനധികൃതമായി മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിയെടുത്തുന്ന പരാതിയിലാണ് കേസ്. സൊസൈറ്റിയുടെ ലീഗൽ ആൻഡ് റിക്കവറി വിഭാഗം മേധാവി മുഹമ്മദ് സബീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുൻ ജീവനക്കാരായ സോണിയ സെബാസ്റ്റ്യൻ, നിതിൻ ഗിരീഷ്, അലക്സിൻ ജിജോ, ടിറ്റി ജേക്കബ് എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. 2021 2 ഘട്ടങ്ങളിലായി 35 ലക്ഷം രൂപ ടിറ്റി ജേക്കബിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി പിന്നീട് പണം പിൻവലിച്ച് ദുരുപയോഗം ചെയ്തതായാണ് പരാതിയിലെ ആരോപണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെ മുഴുവൻ രേഖകളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. എറണാകുളം സ്വദേശിയായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത സോണിയ സെബാസ്റ്റ്യൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാക്കനാട് വനിതാ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. അതേസമയം 2023 കോതമംഗലം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 67 ലക്ഷം രൂപയുടെ സമാനമായ തട്ടിപ്പ് കേസിലും സോണിയ പ്രതിയാണ്. സാമ്പത്തിക തട്ടിപ്പിന് പുറമെ സ്ഥാപനത്തിന്റെ രഹസ്യ ഡേറ്റ അനധികൃതമായി കൈവശപ്പെടുത്തിയെന്ന ആരോപണത്തിലും സോണിയ സെബാസ്റ്റ്യനെതിരെ പരാതി നൽകാനാണ് BLM സൊസൈറ്റിയുടെ തീരുമാനം. ന്യൂസ് 18 കോതമംഗലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.